നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവല്ല കാവു ഭാഗത്ത് +2 വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ യുവാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. ഇന്ന് യുവാക്കൾ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ ആത്മഹത്യാ വാർത്തകൾ ഇപ്പോൾ നിരവധി നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ആത്മഹത്യ എന്നുള്ള വഴി എല്ലാം അവസാനിപ്പിച്ച് തിരഞ്ഞെടുക്കുന്നവർ ധാരാളമാണ്. ഒരു നിമിഷത്തെ ഒരു മനോനില ഒന്ന് തെറ്റുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷമത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ വാശിയുടെ പുറത്താണ് പലരും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അവിടെ സങ്കടം അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ദുഃഖമുണ്ടാകുന്നത് ഈ പറയുന്ന വീട്ടുകാർക്കായിരിക്കും. കുറച്ചു കാലം അവർ വിഷമിക്കും, പിന്നീടെല്ലാം സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് മാറും. പക്ഷേ ഇതിൻ്റെ ദുഃഖമൊക്കെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ കോട്ടങ്ങാൽ വായ്പൂർ സ്വദേശിയായ ജാവേദ് എന്ന യുവാവിൻ്റെ നിരന്തരമായ ശല്യവും മാനസിക പീഡനവുമാണ് പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ജാവേദ് എന്ന് പറയുന്ന വ്യക്തിക്ക് 23 വയസ്സാണ് പ്രായം. സംഭവവുമായി ബന്ധപ്പെട്ട് ജാവേദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് +2 മോഡൽ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ പെൺകുട്ടി അടുക്കളയിൽ ജീവനൊടുക്കിയത്. ഈ സമയത്ത് അമ്മയോ മറ്റു രക്ഷിതാക്കളോ ഒന്നും തന്നെ വീട്ടിലില്ലായിരുന്നു. അമ്മൂമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പിന്നീട് പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും കണ്ടത് അപരിചിതനായ ഒരു യുവാവ് കുട്ടിയെ തോളിലിട്ട് ഓടി വരുന്നതാണ്. അതായത് ഇയാൾ ഈ വീട്ടിലോട്ട് ഓടിക്കയറി ആ കുട്ടിയെ തോളിലിട്ട് ഓടി വരുന്നതാണ്. ഇതോടെയാണ് നാട്ടുകാർ യുവാവിനെ തടഞ്ഞു വെച്ചതും പോലീസിൽ വിവരം അറിയിച്ചതും. കുട്ടിയുടെ അമ്മയും നാട്ടുകാരും പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കുഞ്ഞിനോട് അവൻ എന്തോ മോശമായി പെരുമാറിയത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത്. അവൾ ഒരിക്കലും ഇത് ചെയ്യില്ല. പഠിക്കേണ്ട പ്രായമാണെന്നും ഇത്തരം ബന്ധങ്ങൾ പാടില്ലെന്നും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇനി അവനെ വിളിക്കില്ലെന്ന് അവൾ എനിക്ക് വാക്ക് തന്നതായിരുന്നു. അവൻ വീണ്ടും അവളെ നിരന്തരമായി ശല്യം ചെയ്തിരുന്നു. ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ പോലും അവൻ വാശി പിടിക്കുമായിരുന്നു. എല്ലാ കാര്യത്തിലും പിടിവാശിക്കാരനായ അവൻ അവളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. മനസ്സ് അത്രയധികം വിഷമിച്ചതുകൊണ്ടാകണം അവൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്നാണ് കണ്ണീരോടെ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ യുവാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ അമ്മയ്ക്ക് പറയാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. പലപ്പോഴായിട്ട് അമ്മ തന്നെ ഈ ബന്ധത്തെ വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ യുവാവ് വളരെ ചെറിയ കാര്യം, ഇപ്പോൾ ഈ അമ്മ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതിനെ പോലും വിലക്കുകയും അല്ലെങ്കിൽ അതിൽ പോലും പെൺകുട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല പലപ്പോഴും അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് പഠിക്കേണ്ട പ്രായമാണ്, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വേണ്ട നമുക്കെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ഈ നമ്മളിപ്പോൾ കണ്ണീരോടെ പ്രതികരിക്കുന്നു. ഇനി ചില നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്: സംഭവം നടന്ന ദിവസം പെൺകുട്ടിയും യുവാവും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും യുവാവ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതായും നാട്ടുകാർ പറയുന്നു. ഇതിനുശേഷമാണ് വീട്ടിലെത്തിയ പെൺകുട്ടി ജീവനൊടുക്കിയത്. ജീവനൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് യുവാവിനെ വിളിച്ചറിയിച്ചതായും സൂചനയുണ്ട്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ യുവാവ് തൂങ്ങി നിൽക്കുകയായിരുന്ന പെൺകുട്ടിയെ താഴെ ഇറക്കി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർ ശ്രദ്ധിക്കുന്നത്. ആദ്യം നടന്നത് എന്താണെന്ന് വ്യക്തമായിരുന്നില്ലെന്നും അപരിചിതനായ യുവാവ് കുട്ടിയുമായി ഓടുന്നത് കണ്ട് തടയുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വീട് സീൽ ചെയ്തു. ജാവേദിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും വാർഡ് കൗൺസിലറും ആവശ്യപ്പെട്ടു. അവൻ എന്തോ എൻ്റെ കുഞ്ഞിനോട് പെരുമാറി, അവൾ ഒരിക്കലും ഇങ്ങനെ ഇത് ചെയ്യില്ല എന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് നനയിച്ചാണ് മാതാവിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഈ അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിൽ ഈ യുവാവ് പെൺകുട്ടിയോട് പെരുമാറിയോ എന്നതടക്കം ഇനി പോലീസ് യുവാവിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും മനസ്സിലാവുക. ഈ പറഞ്ഞതുപോലെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പല അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണങ്ങൾ, അതിനെ നമുക്ക് തടുക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും അതിനെ വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുക. ചിലപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ ഒക്കെ തന്നെ അങ്ങനെ
നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതിൻ്റെ വേദന അനുഭവിച്ചിട്ടുള്ളവരാകാം. എന്നാൽ ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. ഒരു തരത്തിലും ഒരുപക്ഷെ പരിഹാരം കണ്ടെത്താനാകാത്ത സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. പലർക്കും പല കാരണങ്ങളാണ് ആത്മഹത്യ ചെയ്യാൻ. ഇപ്പോഴത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള CJ റോയിയുടെ ആത്മഹത്യയാണ്. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം എപ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ള പല പ്രവർത്തനങ്ങളും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതും, അതുപോലെ തന്നെ പല ആളുകൾക്കും വളരെ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, അത് എല്ലാവരെയും വളരെ നടുക്കത്തോടെയാണ് ആ മരണ വാർത്ത കണ്ടത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാം തന്നെ, അതായത് വളരെ സുഖജീവിതം നയിക്കുന്ന, പണത്തിനെന്തിനും കുറവുണ്ടോ അതുമില്ല, എല്ലാം കൊണ്ടും സുഖജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇത്തരത്തിൽ മരണമടയുന്നത്. ഏതായാലും ഇങ്ങനെ നിരവധി ആളുകൾ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. ഏതായാലും മരണം അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്നത്, സ്വയം ഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാരണത്തിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.